നമസ്കാരം സുഹൃത്തുക്കളെ. इनके माइंड में घुस गया कि फॉरेन पॉलिसी इज दिस. अब पता नहीं किसने डाला, कहां से घुसा कि भाई फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस. फॉरेन पॉलिसी. एक चीज पूछ सकता हूँ? हाँ. मिलनी समझ के तो नहीं पकड़ा था? എന്താ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലവാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്വാഭാവികം, അയാളിൽ നിന്ന് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാം, ഇയാൾക്ക് മാത്രമല്ല ആർക്കും, എനിക്കും നിങ്ങൾക്കുമൊക്കെ വിമർശിക്കാം. പക്ഷേ അത് വസ്തുതാപരമായിരിക്കണം. ഇതിപ്പോൾ എന്താ അയാൾ ചെയ്തത്? അശ്ലീല തമാശ എന്നൊക്കെ ഗണത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തു വെച്ചത്. ഇത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു പോഷക സംഘടനയായിട്ടുള്ള അവരുടെ ഒരു പരിപാടിയിലാണ് അയാൾ ചെയ്തത്. അവിടെ ഇത് കാണുന്ന കേൾക്കുന്ന ആളുകളിൽ പകുതി പേരും കൈയടിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. വളരെ കുറച്ച് പേര് മാത്രമേ ഈ അശ്ലീല തമാശ ആസ്വദിച്ച് കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഇന്ത്യ മാത്രമല്ല, ഇത് ലോകം കാണുന്നുണ്ട്. അവിടെ ഒരു ആവശ്യവുമില്ലാതെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലാനിയെ പിടിച്ച് അയാൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ പറയുന്നത് ഇത് അയാളെ കെട്ടിപ്പിടിച്ച കാര്യമാണ് പറയുന്ന തരത്തിലാണ് പറയുന്നത്. പക്ഷേ കാണുന്ന എല്ലാവർക്കും അറിയാം അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇനി എപ്പോഴത്തെ എന്ന പോലെ ഇതും അയാളുടെ സ്വന്തം മൂട്ടിൽ തന്നെയാണ് വീണ് പൊട്ടിയിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി വിദേശത്ത് പോകുമ്പോൾ ഇയാൾ പറയുന്ന പോലെ വിദേശ നയം ഇതാണ് എന്ന തരത്തിലാണ് ഇയാൾ കാണിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നരേന്ദ്രമോദി വിദേശത്ത് പോകുമ്പോൾ അവിടെ ഭരണത്തിലിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ മാത്രമേ അദ്ദേഹം അവരെ ആലിംഗനം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു സ്ത്രീയെയും അദ്ദേഹം ആലിംഗനം ചെയ്തതായിട്ട് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പരമാവധി അദ്ദേഹം ഈ കൈകൾ കൂപ്പി അവരെ അഭിവാദ്യം ചെയ്യും. പിന്നെ വളരെ അപൂർവ ആളുകൾക്ക് മാത്രം ഈ ഹസ്തദാനം നൽകും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വിദേശ ഭരണാധികാരി സ്ത്രീയാണെങ്കിൽ അവരെ ഇതുപോലെ കെട്ടിപ്പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ പപ്പുവിൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അയാൾ എന്ത് ചെയ്താലും അയാളുടെ സ്വന്തം ആസനത്തിൽ തന്നെയായിരിക്കും അത് പൊട്ടിച്ചെത്തുന്നത്. ഇത്തവണയും വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇതാണ്. ഇന്ദിരാഗാന്ധിയാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഇയാൾ ശരിക്കും പരിഹസിക്കുന്നത്? ഇനി അത് പോട്ടെ. ഇനി നമ്മൾ മറ്റൊരു വസ്തുത നോക്കിയാലും ഇന്ത്യയിൽ എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യത്തെ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് തോക്കിൻ്റെ പാത്തിക്ക് തല്ല് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയത് ആരാണ്? രാജീവ് ഗാന്ധിക്കാണ്. അതായത് ഈയുടെ സ്വന്തം തന്തയ്ക്കാണ് ആ തല്ല് കിട്ടിയത്. അയാൾ പിന്നെ ആരെയാണ് വിദേശ നയത്തെ പറ്റി പരിഹസിക്കുന്നത്? എന്ത് ചെയ്താലും ഇയാൾക്കും ഗുണമില്ല, ഈയുടെ പാർട്ടിക്കും ഗുണമില്ല. ഈയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പണി തന്നെ, അതായത് രാഷ്ട്രീയ പാർട്ടി എന്നത് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആവണം. പക്ഷേ ഇയാളുടെ പാർട്ടിയുടെ പ്രധാന പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ കാണിക്കുന്ന അബദ്ധങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ, ഈ സ്വന്തം ആസനത്തിലിട്ട് പൊട്ടിക്കുന്ന പരിപാടികൾ, ഇതിനെയൊക്കെ ചത്ത് കിടന്ന് ന്യായീകരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. ഇതിനെയും അവർ തള്ളിപ്പറയില്ല, അവർക്ക് തള്ളിപ്പറയാനാവില്ല. ഇതിനെ അവർ ചത്ത് കിടന്ന് ന്യായീകരിക്കും. പക്ഷേ എതിരാളികൾക്ക് പോലും അറിയാം, മോദിയുടെ എതിരാളികൾക്ക് പോലും അറിയാം മോദി ഇങ്ങനെ ചെയ്യാറില്ലെന്ന്. മോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കും, ട്രംപിനെ കെട്ടിപ്പിടിക്കും, പുടിനെ കെട്ടിപ്പിടിക്കും, ഷീ ജിൻപിങ്ങിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മെലാനിയൊന്നും ട്രംപ് കെട്ടിപ്പിടിക്കാറില്ല. അവരുമായി ചേർന്ന് സെൽഫിയും മറ്റുമൊക്കെ എടുക്കും. അല്ലാതെ ഇയാൾ ഈ കാണിക്കുന്ന പോലെ, അതും വളരെ തരംതാണ രീതിയിലാണ് പപ്പു അവിടെ ആക്ട് ചെയ്യുന്നത്. ഏതോ ഒരു പ്രായമുള്ള മനുഷ്യനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അയാളെ തിരിച്ച് വന്നിട്ട് മെലാനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പപ്പുവിനോട്. പപ്പു അപ്പോൾ വേറൊരു മറുപടിയാണ് കൊടുക്കുന്നത്. അതിന് കൈയടിക്കാനും കുറച്ച് പേര്. ഇയാളുടെ നിലവാരം ഏകദേശം ഇപ്പോൾ രാജ്യത്തുള്ള ഒരുമാതിരിപ്പെട്ടവർക്ക്, ഭക്തരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കല്ലാത്തത്. അതായത് സാധാരണ രീതിയിൽ അവർ ബി ജെ പിക്കാരെയാണ് അന്ധഭക്തി എന്ന് വിളിക്കുന്നത്. ബി ജെ പി ഇവിടെ ഭരിക്കാൻ നിന്നിട്ട് 13 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. 55 വർഷത്തിന് മുകളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ശരിക്കും ആരാണ് അന്ധഭക്തർ? 55 വർഷത്തോളം കോൺഗ്രസ്സിന് തന്നെ അധികാരം ഇരുത്തിയവരാണോ അന്ധഭക്തർ, അതോ ഈ കേവലം 12 വർഷം കഴിഞ്ഞപ്പോൾ മോദിക്ക് വോട്ട് ചെയ്യുന്നവരാണോ അന്ധഭക്തർ? എന്ത് പറഞ്ഞാലും കോൺഗ്രസ് ആവട്ടെ, രാഹുൽ ഗാന്ധി ആവട്ടെ, എന്ത് ആരോപണം കൊണ്ടുവന്നാലും അതെല്ലാം അവരുടെ മൂട്ടിലാണ് പൊട്ടുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെയൊരു കൈവിട്ട കളിക്ക് രാഹുൽ ഗാന്ധി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരല്പം പോലും ബുദ്ധിയില്ലാത്ത ആളാണ്. ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. ആരാണ് ഇയാളുടെ PR ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ ആരാണ് ഇയാൾക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും, ഒന്നുകിൽ അവർ BJPയോട് കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന പണിയായിരിക്കും. കാരണം ഇയാൾ എന്ത് ചെയ്താലും അത് BJPക്കാണ് ഗുണമാവുന്നത്. ഇപ്പോൾ BJP ഇതിനകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു, അശ്ലീല തമാശകൾ പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരു അല്പമെങ്കിലും വിവേചന ബുദ്ധിയുള്ളവർ, ചിന്താശേഷിയുള്ളവർക്ക് ഇതിനെ അനുകൂലിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, തരൂരിനെ പോലെയുള്ളവർ ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. ഇവർക്ക് ഇതൊരു ഡിബേറ്റ് വെച്ചാൽ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് ഡിബേറ്റ് വെക്കില്ല. കാരണം അവർക്കറിയാം ഇത് തേഞ്ഞു പോകുമെന്നറിയാം. അവർക്ക് കോൺഗ്രസ്സിന് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല രാജീവ് ഗാന്ധിയുടെ കാര്യം പുറത്തേക്ക് വരും, ഇന്ദിരാഗാന്ധിയുടെ കാര്യം പുറത്തേക്ക് വരും. അപ്പോഴൊക്കെ അവർക്ക് കിടന്നുകൊണ്ട് അവിടെ ന്യായീകരിച്ച് മെഴുകേണ്ടി വരും. അപ്പോൾ കോൺഗ്രസ്സിനെ
100% ബാക്ക്ഫുട്ടിലാക്കുന്ന ഒരു വിവാദമായിരിക്കും ഇത് ഇവർ ചർച്ച ചെയ്താൽ. അതുകൊണ്ട് തന്നെ അവർ ചർച്ചയ്ക്കെടുക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ, വളരെ അപൂർവമായിട്ട് ഒരുപക്ഷെ ജനൻ TV പോലുള്ളവർ മാത്രമേ ഇത് ചർച്ചയാക്കത്തുള്ളൂ. ഏഷ്യാനെറ്റോ മനോരമയൊന്നും തുടർത്തു പോലും ഇല്ലായിരിക്കും. പക്ഷേ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും എന്ന് പറഞ്ഞ പോലെ ഈ സാധനം അവിടെ ഇൻ്റർനെറ്റ് ഉള്ള കാലത്തോളം അവിടെ കാണും. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇയാളുടെ ഈ ചെയ്തികൾ കാണിക്കുകയും അതിനൊപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ദൃശ്യം കണ്ടോ, ഇത് ഞാൻ തന്നെ ഇട്ടതാണ്. ഇയാളുടെ ഈ പറച്ചിലും ഈ അശ്ലീല തമാശയും അതിനൊപ്പം ഇന്ദിരാഗാന്ധിയുടെ ഈ ദൃശ്യം കൂടെ ആയിരിക്കും പ്രചരിക്കാൻ പോകുന്നത്. കാലാകാലങ്ങളിൽ കോൺഗ്രസ്സിന് ഇത് ശരിക്കും പണിയാണ്. അപ്പോൾ എന്ത് ഇയാൾ പറയുന്നു ചെയ്യുന്നു അതെല്ലാം ചത്ത് ന്യായീകരിക്കുക എന്ന ഭാരപ്പെട്ട ഒരു പണി കോൺഗ്രസ് എടുക്കുന്നതിനൊപ്പം തന്നെ ആ പാർട്ടിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും അനുകമ്പയോ സ്നേഹമോ ഉള്ളവർക്ക് പോലും ഇയാളുടെ ഈ ഒറ്റ ചെയ്തി കൊണ്ട് അതിനെ വെറുക്കേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇനി ഇയാൾ എന്തിനാണ് ഈ അന്ധക്കരണം കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിദേശത്ത് എവിടെയോ ഒളിവിലായിരുന്നു. അതിനിടയ്ക്ക് 1-2 ചിത്രങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നത്. അതിൽ അയാൾ ഒരു ബോട്ടിലോ മറ്റോ ഒരു സ്ത്രീയും വേറൊരു പയ്യനും ഒക്കെ ആയിട്ടിരിക്കുന്നു എന്ന ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഇതാരാണ് കൂടെ ഉള്ളവർ എന്ന് അറിയാൻ താല്പര്യമുണ്ടോ എന്ന തരത്തിൽ BJPയുടെ ഏതോ മന്ത്രിയോ MPയോ ചോദ്യം ചോദിച്ചിരുന്നു. ഇയാളായിട്ട് അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ വേറെ ആരൊക്കെ പറഞ്ഞു, അത് അയാളുടെ സുഹൃത്തിൻ്റെ മകനുമാണെന്ന തരത്തിൽ പറഞ്ഞു. ഓക്കെ ഫൈൻ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഇയാളതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി വിടാൻ വേണ്ടിയിട്ട് കാണിച്ച അഭ്യാസമാണിത്. പക്ഷേ ആരുടെ മൂട്ടിലാണ് ഈ സംഗതി വന്ന് പൊട്ടിയതെന്ന് ഓർക്കുക. ഇയാൾ നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന പോലെ നിഷ്കളങ്കനായിട്ടുള്ള പപ്പു, അല്ലെങ്കിൽ അറിവില്ലാത്ത പപ്പു, ഒരു വിവരവും ഇല്ലാത്ത പപ്പു, ആ രീതിയിൽ മാത്രം കാണേണ്ട ഒരു വ്യക്തിയല്ല ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടകാരിയായ ഒരു കുറ്റവാളി കൂടിയാണ്, ഒരു കുറ്റവാസനയുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം തരംതാണ അശ്ലീല തമാശകളുമൊക്കെ ആയിട്ട് അയാൾ വരുന്നത്. യഥാർത്ഥത്തിൽ അത് മോദിയുടെ രോമത്തിൽ പോലും സ്പർശിക്കുന്നില്ല, മറിച്ച് അത് തൊടുന്നത് രാജീവ് ഗാന്ധിനെയും ഇന്ദിരാഗാന്ധിനെയാണ്. പക്ഷേ അതുമാത്രം ആ പപ്പുവിന് മനസ്സിലാവുന്നതേയില്ല.